വിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിനായി പള്ളികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിശ്വാസികളുടെ തിരക്ക് കാരണം നിസ്കാരത്തിനുള്ള വരി പള്ളികളുടെ പുറത്തേക്ക് നീണ്ടു. റമദാനിൽ ലഭിക്കുന്ന ആത്മസംസ്കരണത്തിലൂടെ നന്മയുള്ള മനുഷ്യരായി ജീവിക്കാൻ കഴിയണമെന്ന് ഖത്തീബുമാർ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പ്രാർത്ഥനാനിരതമായ മനസ്സോടെ റമളാനിലെ ആദ്യ വെള്ളിയാഴ്ച വിശ്വാസികൾ ജുമുഅ നിർവഹിക്കാനായി വളരെ നേരത്തെ തന്നെ പള്ളിയിലെത്തിയിരുന്നു. പുണ്യമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച സുന്നത്ത് നിസ്കാരം നിർവഹിച്ചും ഖുർആൻ പാരായണം ചെയ്തുമെല്ലാം അവർ ഭക്തി നിർഭരമാക്കി. വിശുദ്ധ റമളാനിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞ വാക്കുകൾ ഖതീബുമാർ ഖുതുബ പ്രസംഗത്തിൽ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه ومن قام في رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه أو كما قال صدق رسول الله صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പുണ്യമാക്കപ്പെട്ട മാസമായാണ് റമളാനിനെ കരുതുന്നത്. ഏറ്റവും പുണ്യമായ ദിനമായി കരുതുന്നത് വെള്ളിയാഴ്ചയുമാണ്. അതുകൊണ്ടുതന്നെ റമളാനിലെ ഓരോ വെള്ളിയാഴ്ചയും വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. വലിയ വിശ്വാസി സഞ്ചയമായിരുന്നു. ജുമുഅ നിസ്കാരം കഴിഞ്ഞ് പ്രത്യേക പ്രാർത്ഥന നടത്തിയും മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ടവരുടെ ഖബറിടം സന്ദർശിച്ചുമെല്ലാമാണ് വിശ്വാസികൾ പള്ളികളിൽ നിന്നും മടങ്ങിയത്. ക്യാമറ പേഴ്സൺമാരായ സജീത് റൈലിനും രാഹുൽ മക്കടയ്ക്കുമൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.